ഇതിലും രോഹിണിക്കായ്ക്ക് നല്ലതൊന്നും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം മണപ്പുറത്ത് പോയി, അവിടെ ചെന്നിട്ട് കൈനോട്ടക്കാരനും ഇത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പൊ ദൈവമേ രണ്ടു പാത്രം കഴുകാണ്ട് ഒരു സിനിമ കണ്ടു തീർക്കുമല്ല. ഞാനൊരു സിനിമയിലേ കണ്ടു തീർക്കണുള്ളൂ. അമ്മയുടെ മോൻ രാവിലെ കയറിയതാ ബാത്റൂമിൽ ഫോണുമുണ്ട്, ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അവനിപ്പോ സമയദോഷോടി ഭാരഫലത്തിലും ഉണ്ടായിരുന്നു. ആ സമയദോഷത്തിന്റെ ആയിരിക്കും വൈറ്റിന്ന് പോവാത്ത. അന്ന് നീ കേട്ടതല്ലേടി കൈനോട്ടക്കാരൻ പറഞ്ഞു. അമ്മ ഈ കണ്ണി കണ്ടവര് പറയണേ കേട്ട് അവന്റെ പേഷൻ കേട്ട് വടം വെച്ചു കൊടുത്തു. അമ്മയാണ് അവനെ ചീത്തയാക്കണ്ട്. ഞാനൊന്നല്ല ചീത്തയാക്കണത്, കല്യാണത്തിന് മുന്നേ ഞാൻ എന്ത് പറഞ്ഞ അതേപോലെ കേട്ടിരുന്നവനാണ്. ഇതെന്ന് കഴിഞ്ഞോ അന്ന് തുടങ്ങി. അല്ലെങ്കിലും എല്ലായിടത്തും നടന്നു പറഞ്ഞ പെണ്ണിനാണല്ലോ കുറ്റം. അമ്മയുടെ മോൻ നട തുറന്നല്ല, എന്തേ ഫോണിന്റെ ചാർജ് തീർന്നാ? ചായ കുടിക്കടാ. അപ്പൊ ഇത്ര നേരം അതിന്റെ ഉള്ളിൽ താമസിച്ചിരിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേടി എല്ലാം അവന് സമയദോഷത്തിന്റെ. എന്നൊരു ചായ വാങ്ങിച്ച് മോന്റെ അരയിൽ അങ്ങോട്ട് കെട്ടിക്കൊടുക്കും, എല്ലാ സമയദോഷം അങ്ങോട്ട് മാറട്ടെ.